തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് കൊത്തുപണികളാൽ സമ്പന്നമായ വലിയ ഗോപുരങ്ങളുള്ള വലിയ ക്ഷേത്രങ്ങളായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നാമക്കല്ലിലുള്ള ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. നാമക്കൽ കോട്ടയുടെ താഴെ ഒരു വലിയ പാറ തുറന്നാണ് ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ വലിയ പ്രതിഷ്ഠ തന്നെയാണ്. ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിൽ തീർത്ത ഈ ക്ഷേത്രം സേലം നാമക്കൽ ട്രിച്ചി റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു ദേവനായ വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹവുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഹിന്ദു ഇതിഹാസമനുസരിച്ച് അസുര രാജാവായ ഹിരണ്യകശിപു ദേവന്മാരെ അത്യധികം ആക്രമിക്കുകയും അവരുടെ പൂജാതി കർമ്മങ്ങളിൽ വിഘ്നം വരുത്തുകയും ചെയ്തിരുന്നു. തന്നെ ആക്രമിക്കാനോ തൻ്റെ സാമ്രാജ്യത്തെ തകർക്കാനോ ആർക്കും കഴിയില്ലെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനായ പ്രഹ്ലാദൻ വിഷ്ണു ഭഗവാന്റെ കടുത്ത ഭക്തനായിരുന്നു. തൻ്റെ പിതാവായ ആ അസുര രാജാവ് തന്നെ പലതവണ കൊല്ലാൻ ശ്രമിക്കുകയും മാത്രമല്ല ഇരുവരും തമ്മിലുള്ള ചൂടേറിയ വാദത്തിനിടെ ഭഗവാൻ വിഷ്ണു ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഹിരണ്യകശിപു തൻ്റെ ആയുധം ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്നൊരു സ്തംഭം തകർക്കുകയും തൽക്ഷണം വിഷ്ണു ഭഗവാൻ നരസിംഹത്തിൻ്റെ അവതാരമെടുത്ത് സ്തംഭത്തിലെ ഒരു ദ്വാരത്തിൽ നിന്ന് പുറത്തു വന്നു. സിംഹത്തിൻ്റെ മുഖമുള്ള അർദ്ധ മനുഷ്യനായിരുന്നു നരസിംഹം. ഒരു വൈകുന്നേരം ഭൂമിയോ വായുവോ അല്ലാത്ത ഒരു വാതിലിൽ വെച്ച് ഹിരണ്യകശിപുവിനെ വധിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം.